الحمد لله نحمده ونستعينه ونستغفر به ونتوكل عليه من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. വിവാഹ അന്വേഷണം ഇസ്ലാമിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്കിടയിലും അത് സുപ്രധാനമായ കാര്യം തന്നെയാണ്. എന്താണ് വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രാധാന്യപൂർവ്വം പരിഗണിക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുങ്കഹുൽ മർഅതു ലി അർബഇൻ. 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണഗതിയിൽ സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടാറുള്ളത്. റസൂലുള്ളാഹി അത് വിവരിക്കുകയാണ്. ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ. സമ്പത്തിന്റെ പേരിൽ, തറവാട് കുടുംബ മഹിമയുടെ പേരിൽ, അതുപോലെ തന്നെ സൗന്ദര്യത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ. ഫദ്ഫർ ബിദാത്തിദ്ദീൻ തരിബത്ത് യദാക്. ആദർശത്തെ പരിഗണിക്കണം. കയ്യിൽ മണ്ണ് പുരണ്ടാലും, കുറച്ച് ത്യാഗം അനുഭവിക്കേണ്ടി വന്നാലും ആദർശത്തെയാണ് പരിഗണിക്കേണ്ടത്. തരിബത്ത് യദാക് എന്ന് പറഞ്ഞാൽ കൈ മണ്ണാകട്ടെ എന്നാണ് നേർക്കുനേരെ അർത്ഥം. അപ്പോ ആദർശത്തെ പരിഗണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക മാത്രമല്ല, പ്രവാചകന്റെ മഹനീയമായ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നത്തെ അവസ്ഥ വിവാഹ പരസ്യങ്ങളിൽ
കാണുന്ന വിചിത്രമായ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ മുന്നോട്ടു പോയാൽ എന്തായിരിക്കും ഭാവി, എന്തായിരിക്കും നമ്മുടെയൊക്കെ പര്യവസാനം എന്ന കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിവാഹ പരസ്യങ്ങളിൽ ഉള്ള കാര്യങ്ങൾ ഒക്കെ നിഷിദ്ധമാണ് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. നമുക്കറിയാം, ഹൈറ്റ് പറയും, മതം വിലക്കിയിട്ടില്ല. വെയിറ്റും അടുത്ത കാലത്ത് വെയിറ്റും പറയാറുണ്ട്. മുമ്പൊക്കെ ഹൈറ്റ് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, ഇപ്പൊ കൂടുതലായിട്ട് വെയിറ്റും പറയുന്നുണ്ട്. അതും വിലക്കിയിട്ടില്ല. പിന്നെ കളറ് പറയും, മതം വിലക്കിയിട്ടില്ല. കളറ് പറയണത് വിലക്കിയിട്ടില്ല. പിന്നെ ശാരീരികമായ അവസ്ഥ പറയും, അതും മതം അനുവദിച്ചതന്നെ. എഡ്യൂക്കേഷൻ പറയും, വിദ്യാഭ്യാസ യോഗ്യത, അതും അനുവദിച്ചതാണ്. ഇനി സാമ്പത്തിക അവസ്ഥ, അതും സൂചിപ്പിക്കാവുന്നതാണ്. ഇങ്ങനൊക്കെ പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിൽ ഇന്ന ആദർശമാണ് ഞങ്ങളുടെ കുടുംബം സ്വീകരിച്ചിരിക്കുന്നത്, ഞങ്ങൾ തൗഹീദിലായി നിലകൊള്ളുന്നവരാണ്, സലഫികളാണ്, മുവഹിദുകളാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഈ പറയുന്ന ആദർശത്തിന് വല്ല പ്രാമുഖ്യവും വിവാഹാന്വേഷണവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന സന്ദർഭത്തിൽ, ആലോചനയിലേക്ക് നീങ്ങുന്ന സന്ദർഭത്തിൽ ഉണ്ടാവാറുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. ഇല്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, മതം അനുവദിച്ചത് തന്നെയാണ് അതൊക്കെ. പക്ഷെ അതിന് ഒരു ശക്തമായ പ്രാധാന്യം ആ വിഷയങ്ങൾക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളമാണ്? ഇപ്പൊ ചില പിന്നെ ഡിമാൻഡ് പറയും, UK-യിലാണ് ഞങ്ങളുടെ കുടുംബം UK-യിലാണ്, അല്ലെങ്കിൽ യൂറോപ്പിലാണ്, അമേരിക്കയിലാണ്. അതുകൊണ്ട് അമേരിക്കയിൽ ജോലിയുള്ള ഒരാൾ വേണം. ഒരു വിരോധമല്ല, അമേരിക്കയിൽ സെറ്റിലായ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ജോലിയുള്ള ഒരാളെ സ്വീകരിക്കുക എന്നത് മതം അനുവദിച്ചതാണ്. പക്ഷെ UK-യിലും അമേരിക്കയിലും ഗൾഫ് രാജ്യത്തും ജോലിയെടുക്കാത്ത, അവിടെ താമസിക്കാത്ത, നാട്ടിൽ താമസിക്കുന്ന ഒരു ഫാമിലി UK-യിലേക്ക് കൊണ്ടുപോകണം, UK-യിൽ ജോലിയുള്ള ആളാവണം എന്ന നിബന്ധന വെക്കുന്നത് എത്രത്തോളം വലിയ ധിക്കാരപരമാണതൊക്കെ. നാട്ടിലാണ്, ആ ഫാമിലി നാട്ടിലാണ്, ആ പെൺകുട്ടി നാട്ടിലാണ്, പക്ഷെ UK-യിലുള്ള ആളെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഗൾഫിൽ സെറ്റിലായ ആളെ പറ്റുള്ളൂ. അപ്പൊ അവിടെ ആദർശത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ആദർശത്തിനൊരു പ്രസക്തിയില്ല. അന്വേഷണങ്ങളിൽ അത് ഇല്ലേ ഇല്ല. ഐഡിയോളജി എന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കും, ആദർശം ഇന്നതാണെന്ന്. പക്ഷെ അതിനൊന്നും വിവാഹവുമായി അന്വേഷണങ്ങൾ കടന്നു വരുന്ന സന്ദർഭത്തിൽ അതിന് പ്രാധാന്യമില്ല. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മുടെ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അവരുടെ അഭിപ്രായങ്ങൾക്ക് പരിഗണനയുണ്ട്, അതും അൽഹംദുലില്ലാ. അതൊക്കെ മതം അനുവദിച്ചതാ. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ്. 28, 30, 30-ലധികം പ്രായമായി പെൺകുട്ടികൾ വിവാഹം ചെയ്യപ്പെടാതെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ശാസ്ത്രം തന്നെ പറയുന്നത് 16 മുതൽ 30 വയസ്സ് വരെയാണ് സ്ത്രീകൾ പ്രസവിക്കാൻ ഏറ്റവും പറ്റിയ സമയം, പിരീഡെന്ന്. പക്ഷെ വിവാഹം 28, 30 അതിന്റെ മുകളിലേക്ക് പ്രായമായിക്കൊണ്ടാണ് വിവാഹങ്ങൾ നടക്കുന്നത്. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം മതി, ജോലി കിട്ടിയതിന് ശേഷം മതി. അതുപോലെ തന്നെ യൂറോപ്പിലോ അമേരിക്കയിലോ അതുപോലെയുള്ള സ്ഥലത്ത് സെറ്റിലായതിനു ശേഷം മതി എന്നൊരു കാഴ്ചപ്പാടോടുകൂടി പുതിയ ജനറേഷൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആദർശത്തെ പരിഗണിക്കുന്നേയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ഇദാ ഖതബ ഇലൈക്കും മൻ തർദൗന ദീനഹു വഖുലുഖഹു.
നിങ്ങളുടെ ഇടയിലേക്ക് വിവാഹം അന്വേഷിച്ചു വന്നു. ആരാ വന്നത്? നിങ്ങൾക്ക് അവന്റെ ദീനും അവന്റെ സ്വഭാവവും, ദീനെന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഒന്നുകൂടി എടുത്തു പറഞ്ഞു സ്വഭാവം എന്ന്, അത് നിങ്ങൾ ഇഷ്ടപ്പെടും, തൃപ്തിപ്പെടും. ആ അന്വേഷിച്ചു വന്ന ആളുടെ ദീന് സ്വഭാവം ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ചു വന്ന റസൂൽ പറയുന്നത് അവന് വിവാഹം ചെയ്തു കൊടുക്കണം, അവന് വിവാഹം ചെയ്തു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കാതിരുന്നാൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്, ഭൂമിയിൽ കുഴപ്പവും അതുപോലെ അനർത്ഥങ്ങളും വ്യാപകമാകും. മതബോധമുള്ള ആരോഗ്യമുള്ള സ്വഭാവ മഹിമയുള്ളൊരു വ്യക്തി വിവാഹം അന്വേഷിച്ച് വന്ന് അനാവശ്യമായ നിബന്ധനകൾ വെച്ചുകൊണ്ട് വിവാഹം നടത്താതിരിക്കുന്നത് കൊണ്ട് ഭൂമിയിൽ കുഴപ്പങ്ങൾ വ്യാപകമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ പോണത് വിവാഹ അന്വേഷണത്തിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വം സ്വീകരിക്കേണ്ടത് ആദർശല്ലേ? പക്ഷെ ആദർശം സ്വീകരിക്കുന്നില്ല. UK ആയിരിക്കും, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെന്ന് അന്വേഷിക്കുന്നില്ല, അവനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല, കുടുംബത്തെ പറ്റി ചിന്തിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ആദർശത്തിന് പരിഗണന വേണം. അത് ഖുർആൻ എടുത്തു പറയുകയാണ്. അൽ ഖബീസാത്തു ലിൽ ഖബീസീന, ദുഷിച്ച സ്ത്രീകള് ദുഷിച്ച പുരുഷന്മാർക്കാണ്. വീണ്ടും എടുത്തു പറയാണ് വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്, ദുഷിച്ച പുരുഷന്മാര് ദുഷിച്ച സ്ത്രീകൾക്കാണ്. ആവർത്തിച്ച് പറയാണ് വത്വയ്യിബാത്തു ലിത്വയ്യിബീൻ, നല്ല സ്ത്രീകള് നല്ല പുരുഷന്മാർക്കാണ്. വത്വയ്യിബൂന ലിത്വയ്യിബാത്ത്, നല്ല പുരുഷന്മാര് നല്ല സ്ത്രീകൾക്കാണ്. ശേഷമായത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി ഉണ്ട്, അത് വിഷയം വേറെയാണ്, അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. അപ്പൊ നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കാണ്, നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കാണ്, ദുഷിച്ചത് ദുഷിച്ചവർക്കാണ്. പക്ഷെ ഇവിടെ അന്വേഷണത്തിൽ ഇത് വരുന്നില്ല. യൂറോപ്പിലൊക്കെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പലരും പിന്നെ ഭർത്താവിനെ സംബന്ധിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, മദ്യപിക്കുന്നുണ്ട്, യോജിച്ചു പോകാൻ കഴിയില്ല. വിവാഹത്തിന്റെ മുമ്പ് അത് അന്വേഷിച്ചില്ല. UK ചിന്തിച്ചുള്ളൂ, അമേരിക്കയിലാവണമെന്നേ ചിന്തിച്ചുള്ളൂ, യൂറോപ്യൻ നാടുകളിലാവണമെന്നേ ചിന്തിച്ചുള്ളൂ. ആദർശത്തെ പരിഗണിച്ചില്ല. ഇസ്ലാം ഏറ്റവും പ്രാധാന്യപൂർവ്വം പരിഗണിക്കണമെന്ന് പറഞ്ഞ വിഷയം ആദർശമാണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ സമൂഹം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു സമ്പന്നനാണ്. സമ്പന്നനായ അദ്ദേഹത്തിന്റെ സഹോദരിയെ വിവാഹം ചെയ്തു കൊടുത്തത് ആർക്കാം? കറുത്ത കാപ്പിരിയായ അടിമയായ ബിലാൽ റളിയല്ലാഹുവിനാണ്. ഏറ്റവും സമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തന്റെ സഹോദരി വിവാഹം ചെയ്തു കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമകൻ വിവാഹം കഴിച്ചത് ആരെയാം? അവിടുത്തെ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട സൈനബ് റളിയല്ലാഹുവിനെയല്ലേ? പ്രവാചകനല്ലേ ഇത് നടത്തിക്കൊടുത്തത്? ഉച്ചനീചത്വങ്ങള് വർണ്ണത്തിന്റെ പേരിലോ വംശത്തിന്റെ പേരിലോ കുടുംബം മഹിമയുടെ പേരിലോ ഭാഷയുടെ പേരിലോ ഇല്ല, മനുഷ്യൻ എല്ലാവരും ഒന്നാണ് എന്ന ഉന്നതമായ മാനവിക തത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു യാത്രയിൽ ഇങ്ങനെ ഇസ്ലാം ഇങ്ങനെ പടർന്നു പന്തലിച്ച് പുതിയ പുതിയ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. ഒരു മുതിർന്ന സ്ത്രീ തന്റെ ആടുകളെ കറന്നെടുക്കുകയാണ്, പാല് കറന്നെടുക്കുകയാണ്. ആ സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഇത്തഖില്ലാ, നീ അല്ലാഹനെ സൂക്ഷിക്കണം, ഈ പാലിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്, അല്ലാഹനെ സൂക്ഷിക്കണം, ഈ പാലില്
വെള്ളം ചേർത്ത് വിൽക്കരുതിട്ടാ. പുതിയ മേഖലയാണ്, പുതിയ ഏരിയയാണ്, അവർക്ക് അതൊന്നും അറിഞ്ഞൂടാ. അപ്പൊ പഠിപ്പിക്കണം അവരെ. അപ്പൊ അവര് പറഞ്ഞു, വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം, അത് ഞങ്ങൾ ചേർക്കൂല, വെള്ളം ചേർത്ത് വിൽക്കൂല. അങ്ങനെ ഉമർ റളിയല്ലാഹു മുന്നോട്ട് പോയി. ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് വിശ്രമിക്കാനായി തെരഞ്ഞെടുത്ത സ്ഥലം ഈ കുടിലിന്റെ, ഇവര് താമസിക്കുന്ന കുടിലിന്റെ തൊട്ടടുത്ത ഒരു സ്ഥലമാണ്. ഒരു ചുമരിന്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഈ വീട്ടുകാർക്ക് അറിയില്ല. പാല് കറന്നെടുത്ത് അകത്ത് കൊണ്ടുവന്നതിന് ശേഷം മകളെ വിളിക്കുകയാണ്. മകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ വെള്ളം കൊണ്ടുവാ. അപ്പൊ ഉമ്മ, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തിട്ടില്ല പറഞ്ഞു ഉമർ റളിയല്ലാഹുവിനോട് വെള്ളം ചേർക്കൂലെന്ന്. അതിന് ഉമർ പോയില്ലേ, ഉമർ നടന്നു നീങ്ങില്ലേ. ഉമ്മ അള്ളാന്റെ പേരിലല്ലേ സത്യം ചെയ്തത്, അള്ളാഹു സാക്ഷിയല്ലേ, ഉമർ ഇതിനൊന്നും സാക്ഷിയല്ല, അള്ളാഹല്ല സാക്ഷി. അതുകൊണ്ട് ഞാനത് ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷകനാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സത്യം ചെയ്തതിന് അള്ളാഹ് സാക്ഷിയാണ്. ഇതൊക്കെ അവിടുന്ന് കേൾക്കുകയാണ്. ഈ കുടിലിന്റെ അപ്പുറത്ത് പിന്നെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹുവിനും കൂട്ടരും ഈ സംഭാഷണം കേൾക്കുക. ആ വീട് നോട്ട് ചെയ്തു. വീട്ടിലെത്തി മകൻ ആസിം റളിയല്ലാഹുവിനെ വിളിച്ചു, മോനെ നിനക്കൊരു പെൺകുട്ടിയെ ഇണയായി ഉപ്പ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? എന്താ നമ്മളൊക്കെ ചോദിക്കുക, നമ്മൾ ചോദിക്കൂല്ലേ, എന്താ കളറ്, എത്രയാണ് ഹൈറ്റ്, എത്രയാണ് വെയിറ്റ്, എന്താണ് എഡ്യൂക്കേഷൻ, എന്താണ് സോഷ്യൽ സ്റ്റാറ്റസ്? ഉപ്പ കണ്ടെത്തിയതല്ലേ, പൂർണ്ണസമ്മതം. മോനെ തേജസാർന്ന് അവളുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഹൃദയത്തിൽ ഈമാൻ സ്ഫുരിക്കുന്ന ഒരവസ്ഥ ഉണ്ട്, അത് മാത്രമേ എനിക്കറിയുകയുള്ളൂ. ഉപ്പ സമ്മതമാണ്, പൂർണ്ണമായ സമ്മതമാണ്. വിവാഹം നടന്നു. ഉമർ റളിയല്ലാഹു ആ മകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖൈറ് നൽകും. തഖ്വയുടെ നിറകുടമായ ഈ പെൺകുട്ടിയെ മോനെ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നിങ്ങൾക്ക് ഖൈറ് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദാമ്പത്യ വല്ലരിയിൽ ഖൈറ് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു പെൺകുട്ടിയെ നൽകി, നല്ലൊരു പെൺകുട്ടിയെ ആ ദാമ്പത്യ വല്ലരിയിൽ അല്ലാഹു അവർക്ക് നൽകി. അതിൽ നിന്ന് ഒരു മകൻ ജനിച്ചു. ആ പെൺകുട്ടിക്കൊരു മകൻ ജനിച്ചു. ആ പെൺകുട്ടിയുടെ മകനാണ് അബ്ദുൽ അസീസ് ബിൻ മർവാൻ റഹ്മത്തുള്ളാഹ്. അവരുടെ മകനാണ് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹ്. ലോകപ്രശസ്തനായ ഖലീഫമാർക്ക് ശേഷം രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹ് അവരിലൂടെയാണ് കടന്നു വരുന്നത്. ആ ഫാമിലിയിൽ അള്ളാഹു നൽകുകയാണ്. ആദർശത്തെ പരിഗണിച്ചപ്പോ ലോകം സ്മരിക്കുന്ന ഖലീഫമാരുടെ സമാനമായ ഭരണം നിർവഹിച്ച ലോകത്തിന് എന്നും മാതൃകയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി എന്ന് പറയുന്ന ആ വ്യക്തിയെ നൽകിയത് ഈ കുടുംബത്തിലാണ്. ഇതാണ് ചരിത്രം. എത്ര ചരിത്രങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. സഈദ് ഇബ്നു മുസയ്യിബ് എന്ന് പറയുന്ന വിശ്വവിഖ്യാത പണ്ഡിതൻ, ഉമവി ഭരണകാലഘട്ടത്തിൽ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ദർസും കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരണാധികാരിയുടെ ദുഷിച്ചു നാറുന്ന കാര്യങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളും അദ്ദേഹം. അബ്ദുൽ മലിക് ഒരു തന്ത്രം പയറ്റി. തന്റെ മകൻ വലീദിന് സഈദ് ബിൻ മുസയ്യിബിന്റെ സുന്ദരിയായ മകളെ വിവാഹം ചെയ്താൽ തരക്കെടില്ല എന്ന ഒരു തന്ത്രമാണ് പയറ്റിയത്. വിവാഹം അന്വേഷിക്കാനായി ഒരാളെ പറഞ്ഞയച്ചു.
സഈദ് ബിൻ മുസയ്യിബ് പറഞ്ഞു, സാധിക്കൂല, എന്റെ വായ അടപ്പിക്കാനുള്ളൊരു തന്ത്രമാണിത്, അനുവദിക്കൂല. കൊട്ടാര പണ്ഡിതന്മാരല്ലേ, ആദർശ പണ്ഡിതന്മാരാണ്. അതുകൊണ്ടാണ് ചരിത്രം അവരെ എന്നും അനുസ്മരിക്കുന്നതും ആദരിക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. സാധ്യല്ല എന്ന് പറഞ്ഞു. ആ ഓഫർ നിരസിച്ചു. അദ്ദേഹത്തിന്റെ ദർസ് തുടങ്ങി. ദർസില് അബ്ദുല്ലാഹിബിൻ വദാ എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യൻ തന്റെ ഭാര്യ മരണപ്പെട്ടതിന് ശേഷം നിരാശനായിട്ട് ഒരു വിഷമത്തോടുകൂടി കഴിയാണ്. അപ്പോ ശിഷ്യനോട് ചോദിച്ചു, വിവാഹം കഴിക്കണ്ടേ, മറ്റൊരു വിവാഹം കഴിക്കണ്ടേ? ശിഷ്യൻ പറഞ്ഞു, വേണം, പക്ഷെ സമ്പത്തൊന്നുമില്ല, ആകെ എന്റെ കയ്യിൽ 2 ദിർഹമുള്ളത്, എനിക്ക് ആര് പെണ്ണ് തരും? മഹർ കൊടുക്കണ്ടേ, വിവാഹമൂല്യം കൊടുക്കണ്ടേ? എന്റെ കയ്യിലാകെ 2 ദിർഹമാണുള്ളത്. സയ്യിദ് പറഞ്ഞു, ആ 2 ദിർഹമിന് എന്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു തരാൻ തയ്യാറാണ്, സമ്മതമാണ്. ഭരണാധികാരിയുടെ മകന് ആവശ്യപ്പെട്ട മകളെ പരമദരിദ്രനായ ഒരു പണ്ഡിതന്, സഈദിന്റെ ശിഷ്യനായ പണ്ഡിതന് വിവാഹം ചെയ്തു കൊടുക്കാൻ സന്നദ്ധനാവുകയാണ്. അങ്ങനെ ആ വിവാഹകർമ്മം വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് നടന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് ആ കർമ്മം നടന്നു. വീട്ടിലേക്ക് പോയി. അബ്ദുല്ലാഹിബിൻ വദാ വീട്ടിലേക്ക് പോയി. വീട്ടിൽ രാത്രി വീട്ടിലെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഭക്ഷണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോ പുറത്തുനിന്നൊരു വാതിൽമൊരു മുട്ട് കേൾക്കുകയാണ്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ സഈദ് നിൽക്കുകയാണ് അവിടെ, റഹ്മത്തുള്ളാഹ്. എന്തേ ഈ രാത്രിയിൽ? ഗുരുനാഥനെ യാദൃച്ഛികമായി കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എന്തേ രാത്രിയിൽ? ഈ രാത്രിയിൽ താങ്കൾ തനിച്ച് താമസിക്കണ്ട, താങ്കൾക്ക് അള്ളാഹു അനുവദിച്ച ഇണണ്ടല്ലോ, അതിനെ ഇതാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിന്നിൽ മാറി നിൽക്കുന്ന ആ മകളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അങ്ങ് ആനയിക്കുകയാണ്. എന്ത് സുന്ദരമായ വിവാഹമാണ്! ആർഭാടങ്ങളില്ല, അത്യാചാരങ്ങളില്ല, സരളമായ ആദർശത്തിന്റെ തനിമയിൽ വാർത്തെടുത്ത വിവാഹം. ഇങ്ങനെ സുന്ദരമായ ഏടുകൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ കടന്നുവരുന്ന തലമുറകളുണ്ടല്ലോ, ലോകത്തിന് വെളിച്ചം വിതറിയ വിശ്വവിഖ്യാതരായ പണ്ഡിതന്മാർ ആ തലമുറകളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. കാരണം ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനിനെ പരിഗണിച്ചു. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, നമ്മൾ പലതിന്റെയും പിന്നാലെ പായുകയാണ്. ഒന്നും പരിഗണിക്കേണ്ടെന്നല്ല, ഭൗതികമായ കാര്യങ്ങൾക്കൊരു പരിഗണനയും കൊടുക്കേണ്ടെന്നല്ല, പക്ഷെ അത് അമിത പ്രാധാന്യം ഉണ്ടായിക്കൂടാ. ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ പരിഗണിക്കേണ്ടത് ആദർശമാണ്. വലം യഅ്തബിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, വലം യഅ്തബിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസബൻ വലാ സിനാഅതൻ വലാ ഗിനൻ വലാ ഹിർഫതൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ മഹിമ പരിഗണിച്ചിട്ടില്ല, വലാ സിനാഅതൻ, തൊഴിൽ പരിഗണിച്ചിട്ടില്ല. എന്ത് തൊഴിലാണോ? ആശാരിയാണോ, മൂശാരിയാണോ, കൊല്ലനാണോ, ബാർബറാണോ? പരിഗണിച്ചിട്ടില്ല. വലാ ഗിനൻ, സമ്പത്ത് പരിഗണിച്ചിട്ടില്ല. വലാ ഹിർഫതൻ, ഉദ്യോഗം MBBS കഴിഞ്ഞെങ്കിൽ MBBS പറ്റുള്ളൂ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ BTech കഴിഞ്ഞാൽ MTech ഉള്ളവരെ പറ്റുള്ളൂ. അതൊക്കെ അന്വേഷണത്തിൽ വന്നോട്ടെ. പക്ഷെ അതിന്റെ ഇടയിൽ നല്ലൊരു ആദർശമുള്ള ഒരു
നല്ല കുടുംബം അന്വേഷണവുമായി വന്നാൽ എന്താണ് തടസ്സം? നിങ്ങൾ ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ അതേ യോഗ്യതയുള്ളവർക്കുള്ളതിനേക്കാൾ ഈ ആദർശത്തിനല്ല പരിഗണന കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് പരിഗണന കൊടുക്കാൻ സാധിക്കാതെ പോകുന്നു? ഇസ്ലാം നമ്മുടെ മനസ്സുകൾക്കുള്ളിലേക്ക് കടന്നിട്ടില്ല. തൊലിക്ക് പുറത്താണ് ഇസ്ലാം. ജുലൈബിബ് റളിയല്ലാഹു അൻഹു കറുത്തവനാണ്, കുറിയവനാണ്, വിരൂപിയാണ്. കറുത്തവനാണ്, കുറിയവനാണ്, വിരൂപിയാണ് ജുലൈബിബ് റളിയല്ലാഹു അൻഹു. വിവാഹം കഴിച്ചിട്ടില്ല. റസൂലുള്ളാഹി ചോദിച്ചു, ജുലൈബിബ് എന്താ വിവാഹം കഴിക്കാത്തത്? എനിക്ക് ആര് നൽകും പെണ്ണ്? എനിക്ക് ആര് നൽകും പെണ്ണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന വീട്ടിലേക്ക് പോകുക, അവിടെ ചെന്ന് അന്വേഷിക്കുക, വിവാഹം അന്വേഷിക്കുക. അവിടെ ഉള്ളൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയെ അവരുടെ രക്ഷിതാക്കളോട് അന്വേഷിക്കുക. ഇവിടെ ചെന്നു രക്ഷിതാക്കളോട് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർഡർ പ്രകാരം വന്നതാ. നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തു തരണം. ജുലൈബിബ് റളിയല്ലാഹുവിന്റെ വാക്ക് അവർ കേട്ടില്ല. താങ്കൾക്ക് ആര് വിവാഹം ചെയ്തു തരും? നടക്കണ കാര്യമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞേക്കാൻ ഒരുങ്ങിയാണ് വീട്ടുകാര്. അപ്പോഴാണ് അകത്തുന്നൊരു ശബ്ദം, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ദല്ല ദലാലൻ മുബീനാ. മതഭക്തയായ പെൺകുട്ടി ആയത്തിന്റെ ഓതുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞയച്ചിട്ടാ വന്നത്. ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടേതായൊരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. ആ വിഷയത്തില് അള്ളയും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായം സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ ഉണ്ടാവാൻ പാടില്ല. ആരെങ്കിലും അള്ളാഹുവിനെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം ഫഖദ് ദല്ല ദലാലൻ മുബീനാ, വ്യക്തമായ നിലയിൽ അവൻ വഴിവിഴച്ചു പോയിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ ഓർഡറാണ്. അതുകൊണ്ട് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിവാഹം നടക്കുകയാണ്. അതാണ് ചരിത്രം. പക്ഷെ നമ്മളൊക്കെ മാറിപ്പോയി. അതിന്റെ ദുരന്തം അനുഭവിക്കുക സമൂഹം അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും ഒരു നല്ലൊരു മുസ്ലിം കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു അയൽവാസിയായ ഒരു മനുഷ്യന്റെ കൂടെ, അമുസ്ലിമായ ഒരു മനുഷ്യന്റെ കൂടെ ഇറങ്ങിപ്പോയി. എത്രയാ സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമികമായ മൂല്യങ്ങളും ഇസ്ലാമികമായ ആദർശവും ഒക്കെ നമ്മുടെ കുടുംബങ്ങളെ ഭരിക്കണ്ടേ? എല്ലാ ഘട്ടങ്ങളിലും അതിങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കണം. എല്ലാ ഘട്ടങ്ങളിലും മക്കളെ പഠിപ്പിക്കണം. ഭൗതികമായി അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷെ അതിലുപരി അവരുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കണം. മക്കളുടെ ഖബറിന് പ്രാമുഖ്യം കൊടുക്കണം. അവരുടെ ബർസഖിയായ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കണം. അവരുടെ പരലോക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കണം. അതുകൊണ്ട് ആദർശത്തെ സംബന്ധിച്ച് കൃത്യമായ അവബോധം നൽകണം. നിന്റെ ജീവിതയാത്രയില് എപ്പോഴും ആ മരണം കടന്നു വരാം. അത് കടന്നു വന്നു കഴിഞ്ഞാൽ നീ ഈ ദുഷിച്ചു നാറിയ ഏർപ്പാടിൽ അതുമായി മുന്നോട്ടു പോയാൽ നിന്റെ പരലോകം എന്തായിത്തീരും, നിന്റെ ഖബർ ജീവിതം എന്തായിത്തീരുമെന്ന് മക്കളെ പഠിപ്പിക്കണം, ഉണർത്തണം. അതിന് സാധിക്കാതെ പോയാൽ വലിയ ദുരന്തമാണ് സംഭവിക്കുക. അതുകൊണ്ട് കൃത്യമായ തെർബിയത്തോടുകൂടി തസ്കിയത്തോടുകൂടി മക്കളെ വളർത്തുക. അനാവശ്യമായിട്ടുള്ള ഡിമാൻഡുകൾ മക്കൾ മുന്നോട്ട് വെക്കുമ്പോ
പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആദർശം ഒക്കെ എഴുതിയ കുടുംബാണ്. പിതാവ് പറയാണ്, എന്താ ചെയ്യും ഉസ്താദേ, മോളണ്ട് സമ്മതിക്കണ്ടേ, പൂർണ്ണ തൃപ്തിയാണ് ഈ വിവാഹബന്ധം, ഒന്നും ആലോചിക്കാനില്ല, അത്രയും തൃപ്തിയാണ്. പക്ഷേ അവളുടെ ഡിമാൻഡ് UK ആണ്. UK-ലല്ല നാട്ടിലെ ഫാമിലി, എന്നിട്ട് UK-ല് വേണം. ഇതിനൊക്കെ എന്തെങ്കിലും സ്ഥായിയായിട്ടുള്ള വല്ല നിലനിൽപ്പുണ്ടാ UK-ലൊക്കെ? നമ്മുടെ നാട്ടിൽ നമ്മുടെ നിലനിൽപ്പ് എവിടേക്ക് എത്തിയിരിക്കുന്നത്? പടച്ചോൻ ഇതുപോലുള്ള ഓരോ ചിന്താഗതി വരുമ്പോ അള്ള നൽകുന്ന അദാബാണ്. UK-ന്നുകൊണ്ട് ഓടിക്കുന്ന വരും. അനാവശ്യമായിട്ടുള്ള വാദങ്ങളുമായി നമ്മൾ കടന്നു വരുമ്പോ പടച്ചോൻ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കും. അതിന്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. സ്വാഭാവികമായി അതൊക്കെ അങ്ങനെയൊക്കെയുള്ള സെറ്റിലായിട്ടുള്ള കുടുംബമാണെങ്കിൽ അങ്ങനെ കിട്ടിയാൽ തരക്കേടില്ല എന്ന് ആഗ്രഹിക്കുന്ന വിരോധമല്ല. പക്ഷേ നാട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന് ബിരുദധാരിണിയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നെ ജോലിക്ക് പറഞ്ഞേക്കണം, ഇസ്ലാമിക വൃത്തത്തിൽ ഒതുങ്ങുന്ന രൂപത്തിലുള്ള തൊഴിലെടുക്കാനും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ വിരോധമല്ല. പക്ഷെ അത് കമിതമായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കൾക്ക് ഒരു നിയന്ത്രണവും മക്കളുടെ മുകളിലില്ലാത്ത നിലയിൽ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. അത് അപകടകരമായ ഒരു അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു വിവാഹം അന്വേഷിച്ചു. ഈ മുസ്ലിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി ഓടിപ്പോവല്ലേ, ആദർശത്തെ പരിഗണിക്കാതെ, ദീനിനെ പരിഗണിക്കാതെ ഓടിപ്പോകുന്നവരുടെ ചിത്രം എന്താണ് അവസാനം? ആത്മഹത്യ, അപമാനകരമായ അവസ്ഥ, പീഡനം, എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഓടുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മുസ്ലിം അല്ലാത്ത സമയത്ത് മുസ്ലിമായ ഉമ്മു സുലൈം, നല്ല സ്ത്രീയാണ് ഉമ്മു സുലൈം. അബൂ തൽഹ നല്ല സമ്പന്നനാണ്, വിവാഹം നിശ്ചയിക്കുകയാണ്. പഠിച്ചു വെക്കണം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ തൽഹയോട് പറഞ്ഞു, താങ്കളെപ്പോലുള്ള ഒരാൾ വിവാഹം അന്വേഷിച്ചാൽ ആര് തള്ളിക്കളയും? ആർക്ക് തള്ളിക്കളയാൻ കഴിയും? അത്രയും വലിയ മഹർ നൽകാൻ കഴിയും. പിന്നെ താങ്കൾ വിവാഹം അന്വേഷിച്ചാൽ തള്ളിക്കളയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? പക്ഷേ ഞാനൊരു മുസ്ലിം വനിതയാണ്, അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുന്ന ഒരു മുസ്ലിം വനിതയാണ്. നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കുക എന്ന ഒറ്റ മഹറിൽ നമുക്ക് വിവാഹിതരാവാം. അല്ലാത്ത പക്ഷം അബൂ തൽഹ ആലോചിക്കണ്ട. ചരിത്രത്തിൽ ഈ രൂപത്തിലുള്ള മഹിളാരത്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഉച്ചൈസനം അവരുടെ ജീവിതത്തിലൂടെ പ്രഖ്യാപിച്ച മഹിളാരത്നങ്ങൾ. അങ്ങനെ ഇസ്ലാം എന്ന മഹറിലാണ്, ഇസ്ലാം മതം സ്വീകരിച്ച ആ മഹറിലാണ് ആ വിവാഹം നടക്കുന്നത്. ഇപ്പൊ പഠിക്കുന്ന കാലഘട്ടത്തിൽ മക്കൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു അമുസ്ലിമായ ഒരാള് വിവാഹബന്ധം വേണമെന്ന് പറഞ്ഞാൽ ഇതാണ് നിബന്ധന വെക്കേണ്ടത്. എന്റെ മാതാപിതാക്കളോട് അന്വേഷിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ മുസ്ലിമാണ്, തൗഹീദിൽ ജീവിക്കുന്ന എനിക്ക് ഷിർക്കിലായി നിലകൊള്ളുന്ന അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആശയങ്ങളിലായി നിലകൊള്ളുന്ന താങ്കളെ സ്വീകരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരണം. ആ നിബന്ധനയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നതെന്ന് പറയാനുള്ള ഈമാൻ, ആർജവം നമ്മുടെ മക്കൾക്കുണ്ടാവണം. അതിന് നമുക്ക് ആ രൂപത്തിലുള്ള തഖ്വയും ആദർശ ബോധവും വേണം. ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
നമുക്കറിയാം ഫലസ്തീന് ഇന്നും വേദനയോടുകൂടി തന്നെ നിലകൊള്ളുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അവസാനിപ്പിക്കും യുദ്ധവിരാമം ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ ചിന്തിച്ചു, ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷെ വീണ്ടും നീളുകയാണ്. ദിനേന നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ, എത്ര കുഞ്ഞുങ്ങളുടെ മയ്യത്താണ് കെട്ടിപ്പൊതിഞ്ഞ അവരുടെ പിതാക്കള്, കുടുംബങ്ങള് കയ്യിലൂടെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്. അല്ലാഹുവേ, എന്തൊരു പ്രയാസകരമായ, എന്തൊരു വിഷമകരമായ രംഗങ്ങളാണത്. നമ്മുടെ രാജ്യത്തും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ മോശമായ അവസ്ഥയിൽ തന്നെയാണ്. ഡൽഹിയിലും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും പല സംസ്ഥാനങ്ങളിലും മുസ്ലിം വീടുകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കെട്ടിടങ്ങൾ, മുസ്ലിം സമുച്ചയങ്ങൾ, പള്ളികൾ, അതുപോലെയുള്ള മുസ്ലിം സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു അഅലം. വളരെ പ്രയാസകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തുക. നമ്മുടെ അപാകതകൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുക. അപാകതകൾ തിരുത്തുക, റബ്ബിലേക്ക് മടങ്ങുക. വിനയാന്വിതരായി റബ്ബിലേക്ക് മടങ്ങേണ്ട സന്ദർഭമാണിത്. നമ്മൾ മടങ്ങിയാൽ നമ്മുടെ ദുആ സ്വീകരിക്കും. മടങ്ങാതെ കൈകൾ ഉയർത്തിയിട്ട് എത്ര പറഞ്ഞാലും ആ ദുആ അല്ലാഹു കബൂൽ ചെയ്യുകയില്ല. അതുകൊണ്ട് മടങ്ങുക, വീഴ്ചകൾ തിരുത്തുക, റബ്ബിലേക്ക് മടങ്ങുക. അതിനുള്ള അവസരമാണ്. അല്ലാഹുവേ, ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന, തീക്ഷണമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആ സമൂഹത്തിന് ആശ്വാസവും സമാധാനവും നൽകണം അല്ലാഹുവേ. കൊല്ലപ്പെട്ടവർക്ക് ഉന്നതമായ ഷഹാദത്ത് നൽകി ആദരിക്കണമല്ലാ. സമാധാനത്തിന്റെ ഒരു പുലരി ഫലസ്തീനിൽ നൽകണമല്ലാ. അല്ലാഹുവേ, ഖുദ്സിന്റെ മോചനം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ മോചനം കാണുവാൻ, സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാജ്യം കാണുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമല്ലാ. അല്ലാഹുവേ, ശത്രുവിന്റെ തന്ത്രങ്ങൾ തകർക്കണമല്ലാ. ശത്രുവിനെ തകർത്ത് തരിപ്പണമാക്കണമല്ലാ. റഹ്മാനായ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾക്ക് ശക്തിയില്ല, പ്രതാപമില്ല. എല്ലാ പ്രതാപത്തിന്റെയും ഉടമയായ അല്ലാഹ്, ഈ ശത്രുവിനെ നീ തന്നെ തകർത്ത് തരിപ്പണമാക്കല്ലാ. സമാധാനത്തിന്റെ അന്തരീക്ഷം അവർക്കും ഞങ്ങൾക്കും നൽകണമല്ലാ. വിഷമകരമായ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെയും അവരെയും ഒക്കെ കാത്തുരക്ഷിക്കണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ആഫിയത്തും ആരോഗ്യം നൽകണമല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമല്ലാ. അല്ലാഹുവേ, ജീവിതാന്ത്യം വരെ ഹിദായത്തിന്റെ വെളിച്ചം കെടാതെ ഭദ്രമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമല്ലാ. ദീനിയായി നിലകൊള്ളാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമല്ലാ. ആദർശം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമല്ലാ. അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, സർവ്വ അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا عليك توكلنا وإليك نبنا وإليك المصير اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أدخلنا الجنة يا رب العالمين اللهم أدخلنا الجنة يا رب العالمين اللهم أدخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم دمر أعداء الدين اللهم دمر أعداء الدين اللهم دمر أعداء الدين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين صلى الله على نبينا محمد صلى الله عليه وسلم وأقم الصلاة